സെക്കൻഡ് ഡേ ആണ് മലേഷ്യയിൽ. സോ ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന ജെൻഡിങ് ഹൈലൻഡ്സ് ആണ്, അതേപോലെ നമ്മുടെ ബട്ടു കേവ്സ്, പിന്നെ കേബിൾ കാർ, അവിടെയൊക്കെയാണ് പോകാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. We reached Batu Caves, guys. So this is Batu Caves, and ഇവിടെ ഒരു വലിയൊരു മുരുകൻ്റെ സ്റ്റാച്യു ഉണ്ട്. ആൻഡ് ഇതിൽ ഈ കുറേ സ്റ്റെപ്സ് ഉണ്ടല്ലോ ഇവിടെ കിടക്കുന്നത്, അതെല്ലാം നമ്മൾ കയറിയാൽ മാത്രമേ ടോപ്പിലുള്ള നമുക്ക് ടെമ്പിളിൽ പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് മുന്നേ നമുക്ക് താഴെ തന്നെ കുറേ ടെമ്പിൾസ് ഉണ്ട്, അതിൽ നമുക്ക് ആദ്യം തൊഴുവണം. പിന്നെ ഇവിടെ കുറേ പ്രാവുകളുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കാണാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു ടാസ്ക് തന്നെ ആയിരുന്നു. കുറച്ച് നടക്കുമ്പം പക്ഷെ വലിയ ക്ഷീണമൊന്നും തോന്നില്ല, എന്നാലും കുറച്ച് കഷ്ടപ്പാടാണ് മുകളിലെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ മറിഞ്ഞടിച്ച് താഴെ വരും. നമ്മളുടെ ടോപ്പിലെത്തി. ശരിക്കും ഒരു ഗുഹ പോലെ ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു നാച്ചുറൽ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ബാട്ടു കേവ്സിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ജെൻഡിങ് ഹൈലൻഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല റോഡൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ആ ജെൻഡിങ് ഹൈലൻഡിലേക്ക് പോകുന്ന വഴി മൊത്തം നല്ല മരങ്ങളും നല്ല രസമുണ്ടായിരുന്നു കാണാനും. കുറച്ച് തണുപ്പും, മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നിറയെ ട്രീസൊക്കെ ആയിട്ട് ആ റോഡും അടിപൊളിയായിരുന്നു. ഈ ഒരു കടയിലാണ് നമ്മൾ കയറിയത്. നല്ല ഫുഡായിരുന്നു. പിന്നെ അറിയാമല്ലോ, പിന്നെ നമ്മുടെ കേബിൾ കാറാണ് നമ്മുടെ മെയിൻ സംഭവം. ആൻഡ് എനിക്ക് ശരിക്കും ട്രിപ്പിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു സെക്കൻഡ് ഡേ ആണ് ഈ നമ്മുടെ കേബിൾ കാർ. പ്രത്യേകിച്ച് നമ്മുടെ കേബിൾ കാർ ആയാലും അതേപോലെ ബാട്ടു കേവ്സ് എല്ലാം, അവിടെയുള്ള മോളൊക്കെ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എല്ലാം കൊണ്ടും എനിക്ക് ഈ ഒരു ട്രിപ്പിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു സെക്കൻഡ് ഡേ ആയിരുന്നു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കേബിൾ കാറിൽ നമുക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ആവും, പക്ഷേ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ഒരു കേബിൾ കാർ. ആൻഡ് നമ്മൾ കുറച്ച് നേരത്തെ കേബിൾ കാർ ജേണി കഴിഞ്ഞ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു മോളാണ്, അത്യാവശ്യം നല്ല രസമാണ്. നല്ല ഇവിടെ ഇങ്ങനെ നമ്മൾ ലുലു മാളിലെ
ഫണ്ടൂരൊക്കെ പോലെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. ആൻഡ് നല്ല രസമായിരുന്നു. ആൻഡ് നമ്മളതിനൊന്നും കയറിയൊന്നുമില്ല. നല്ല വലിയ മോളാണ്. ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു. നിറയെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ആൻഡ് ഏകദേശം ഒരു 3 മണിക്കൂറോളം നമ്മളവിടെ ആ ഒരു മോളിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് കേബിൾ കാറിൽ പോവുകയാണ്. നല്ല മഞ്ഞൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല തണുപ്പുമാണ്, നല്ലതാണ്. അങ്ങനെ നമ്മളത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോവുമായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ ബുക്കിറ്റ് ബിങ്ടണിലും കൂടെ വന്നിട്ടോ. നമ്മൾ തലേ ദിവസം പോയ സ്ട്രീറ്റിൽ അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ആഗ്രഹിച്ചൊരു സാധനമാണ് തവള ഇറച്ചി കഴിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ തവള ഇറച്ചി ടേസ്റ്റ് ചെയ്തു ഗൈസ്. ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് 35 റിങ്കറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ സൈഡിൽ ഒരു കടയുടെ ഫോട്ടോ എടുത്തേക്ക്. അവിടെ ഞാൻ വാങ്ങിച്ചത് അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. നല്ല ചില്ലി ചിക്കൻ്റെയൊക്കെ ടേസ്റ്റായിരുന്നു അത് കറി വെച്ചതൊക്കെ. പിന്നെ നമ്മൾ ജസ്റ്റ് രാത്രി ഫുഡൊക്കെ കഴിക്കാറിറങ്ങി. പിന്നെ അതുപോലെ ജസ്റ്റ് സ്ട്രീറ്റിലൊക്കെ പോവാം. ജസ്റ്റ് നമ്മൾ താമസിക്കുന്ന മുറിയുടെ ഹോട്ടലിൻ്റെ അവിടുത്തെ സ്ട്രീറ്റിലൊക്കെ കറങ്ങി. പിന്നെ ഇതാണ് നമ്മുടെ ഹോട്ടൽ. നമ്മൾ 4 ദിവസം താമസിച്ച ഹോട്ടൽ മെട്രോ സ്റ്റാർ. ആൻഡ് നല്ല ഹോട്ടലായിരുന്നു. രാത്രി പോയി പുറത്ത് ഫുഡൊക്കെ കഴിക്കാൻ. പിന്നെ നമ്മൾ രാവിലെയും കറങ്ങി ബട്ടു കേവ്സ്, ജെന്നിങ് ഹൈലൻഡ്സ് എല്ലാം പോയി. നമ്മളിപ്പം രാത്രി ഫുഡ് കഴിക്കാൻ പോയത് ആദ്യം നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. So let's enter into the room. ഇത് തുറക്കുന്നില്ലേ? അയ്യോ, ഇതൊന്ന് അടഞ്ഞുപോയി. ഇത് തുറക്കാൻ പറ്റില്ല പുറത്തുനിന്ന്. ഇവിടെ 10:08. അയ്യോ, ഇവിടെ 10:08. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.